ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ജൂൺ 13, 2026. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മെയ് മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ത്യയുടേത് വന്നു കഴിഞ്ഞു. സോ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പശ്ചിമേഷ്യൻ സംഘർഷം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 3.48% നമ്മുടെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. അത് കൂടി ഇപ്പോൾ 3.93% എത്തിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മുടെ ഇൻഫ്ലേഷൻ നെഗറ്റീവായിരുന്നു, 3.20 മൈനസ് ആയിരുന്നു. ഇപ്പോൾ നേരെ ഓപ്പോസിറ്റിലേക്ക് വന്നിരിക്കുന്നു. സോ ഇൻഫ്ലേഷൻ ഗ്രാജുവലി കൂടുകയാണ്. അതുപോലെ തന്നെ ഫുഡ് ഇൻഫ്ലേഷനിലാണ് ഏറ്റവും കൂടുതൽ വരുന്നിരിക്കുന്നത്. 4.20% ഫുഡ് ഇൻഫ്ലേഷൻ കൂടി 4.78% കഴിഞ്ഞ പ്രാവശ്യം ഇത് -3.65% ആയിരുന്നു. ഫ്യൂവലും ലൈറ്റിങ്ങിലും വലിയ രീതിയിൽ മാറ്റം. 2.8% ഇൻഫ്ലേഷൻ ഏപ്രിൽ രേഖപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ അത് 6% ആയിട്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം പെട്രോൾ ഡീസൽ വിലയിൽ വലിയ രീതിയിലുള്ള വർധനവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഫ്യൂവൽ പ്രൈസിലും മറ്റുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ ഡീസൽ പെട്രോൾ പ്രൈസുകളിലൊക്കെ ഉണ്ടായിരിക്കുന്ന വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. പിന്നീട് റൂറൽ CPI ഇൻഫ്ലേഷൻ 3.82 4.25 ആയിരിക്കുന്നു. കൺസംഷൻ സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ട് വളരെ പേടിക്കേണ്ടതാണ്. കാരണം റൂറൽ ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് ആൾക്കാർ സ്പെൻഡ് ചെയ്ത് FMCG പോലുള്ള സ്പെൻഡിങ്, അതുപോലെ തന്നെ ഓട്ടോ സെക്ടറുകളിലൊക്കെ തന്നെ സ്പെൻഡിങ് കുറക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇനി അങ്ങോട്ടും ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വലിയ രീതിയിലുള്ള ഒരു എൽനിനോ പ്രതിഭാസമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് മൺസൂൺ നമ്മൾ വിചാരിച്ചതുപോലെ ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഓൾറെഡി ഫുഡ് ഇൻഫ്ലേഷൻ കൂടി വരുന്നു, റൂറൽ ഇൻഫ്ലേഷൻ കൂടുന്നു എന്ന അടിസ്ഥാനത്തിൽ ഇനി അങ്ങോട്ട് വിളവുകളും വിചാരിച്ചതുപോലെ വന്നില്ല എങ്കിൽ റൂറൽ എക്കോണമി വീണ്ടും ഒരു പ്രഷറിലേക്ക് പോകും. അവരുടെ സ്പെൻഡിങ് കുറയും. അവരുടെ സ്പെൻഡിങ് കുറയുന്ന സമയത്ത്, ഫെസ്റ്റിവൽ സീസണൊക്കെ എടുക്കുന്ന സമയത്ത് വിളവെടുപ്പ് കാര്യമായിട്ട് വന്നില്ല എങ്കിൽ ഓട്ടോ സെക്ടറുകളിലും അതുപോലെ തന്നെ കൺസ്യൂമർ FMCG സെക്ടറുകൾ അടക്കമുള്ള സെക്ടറുകളിലേക്ക് ഒരു ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അർബൻ ഇൻഫ്ലേഷൻ 3.11 നിന്നും 3.53 കൂടിയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം റൂറൽ ഇൻഫ്ലേഷനും അതുപോലെ തന്നെ അർബൻ ഇൻഫ്ലേഷനും ഒക്കെ തന്നെ മൈനസിലുണ്ടായിരുന്നതാണ്. ഇനി സെഗ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ജ്വല്ലറി, ഗോൾഡിലാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. സിൽവർ ഇൻഫ്ലേഷൻ, സിൽവറും ഗോൾഡും 155.23% വർധനവാണ് ഇൻഫ്ലേഷനിൽ സിൽവറിന് മാത്രം വന്നിരിക്കുന്നത്. പ്ലാറ്റിനത്തിൽ 40.93%. അതാണ് ഇപ്പോൾ പ്ലാറ്റിനം ഇറക്കുമതി ചെയ്യരുത്, പ്രധാനമന്ത്രിയുടെ അഭിപ്രായ പ്രകാരം വാങ്ങരുത്. നമ്മൾ വാങ്ങുമ്പോൾ കൂടുതൽ ഡിമാൻഡ് വരുന്ന സമയത്ത് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഡോളർ കൊടുക്കേണ്ടി വരും. വീണ്ടും റുപ്പി വീണ്ടും പ്രഷറിലാകും എന്നുള്ള കൺസെപ്റ്റാണ്. അതുപോലെ തന്നെ 48.43% വർധനവാണ് ടൊമാറ്റോ പ്രൈസിൽ വന്നിരിക്കുന്നത്. കോൾഡ് സ്റ്റോറേജ്, അതായത് ഡിസ്ക്രിഷണറി ഹാർഡ്വെയർ, പൊട്ടാറ്റോ ആണ് നെഗറ്റീവ്. പൊട്ടാറ്റോ അതുപോലെ തന്നെ പൊട്ടാറ്റോവും പീസും, ഈ രണ്ട് സാധനങ്ങൾക്ക് മാത്രമാണ് വില കുറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം തന്നെ